ഹലോ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ തേജ് കണ്ണും തുറിച്ചിരിക്കുന്നത് കാണാണ്ട് വേറെ ഒന്നല്ല, തേജുവിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഡേ ആണ് കേട്ടോ തേജുവിൻ്റെ. അപ്പോൾ അതേ തേജു ഫുഡ് തന്നെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയായിരുന്നു. അപ്പോൾ തന്നെ കഴിക്കാമെന്നൊക്കെ പണികളൊക്കെ നോക്കിക്കോ, ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നിന്ന് വാങ്ങിയ ആൾ തന്നെ കഴിക്കുന്നുണ്ട്. കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് പണികളും കൂടിയും തീർക്കാനുണ്ടായിരുന്നു. ചോറ് പാത്രത്തിലാക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വിൻഷേട്ടൻ വന്ന് വീഡിയോ എടുത്ത് തന്ന് ഹെൽപ്പ് ചെയ്താണ് ഈ കാണണത്. അപ്പോൾ തേജു അവിടെ ഇരുന്ന് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആകെ 2 or 3 ഒക്കെ കഴിച്ചു. ഞാൻ കൊടുത്തത് കുറച്ചിരുന്ന് കഴിച്ചു. പിന്നെ ആൾക്ക് പതുക്കെ കഴിക്കണോണ്ട് എൻ്റെ ചീത്ത കേൾക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് കുട്ടി തന്നെ പിന്നെ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ തേജുവിൻ്റെ ഗോൾഡൊക്കെ അഴിച്ചിരിക്കുന്നു. തേജു ചരടിൽ മാത്രമായിപ്പോ അവിടെ തേജുവിൻ്റെ വള തേജു എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ അതൊക്കെ പോവും. തേജുവിന്റെ വള, കൈചെയ്യൻ, മാല, കുരി തേജു നോക്കട്ടെ ഒന്ന്. തേജുനൊന്ന് കാണട്ടെ. ഗൈസ്, ഇതാണ് തേജുവിന്റെ യൂണിഫോം കേട്ടോ. അമ്മ ഒരു ഡെപ്പ തറയിൽ ഇട്ടേക്കണൊക്കെ. ഇത് പടം വെക്കും, ഞാൻ അടുത്തേക്കാം. ഞാൻ സാരി ഉടുക്കുക. കമ്മൽ ഊരാണ് ഗൈസ്. ഇനി തേജു കമ്മലിടുവോ? കമ്മലും ഊരിയിരിക്കുന്നു. നോക്കട്ടെ കാതൊന്ന്. തേജു ജനിക്കുമ്പോ 28 കഴിയുമ്പോ ഞാനും തേജും എന്നത്തെയും പോലെ ഇറങ്ങി ഞങ്ങളുടെ കഴിഞ്ഞു. ഞാൻ സാരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ആര്യയുടെ സാരിയാണ്. അപ്പോൾ വിൻചേട്ടൻ പുറപ്പെടാണ്. തേജപ്പന് ഇന്നെന്തോ ഒരു മ്ലാനത മുഖത്ത്. കമ്മലിൻ്റെ ഓട്ടോ നോക്കൂ. 28-ന് കുത്തിയതാട്ടോ അവന് കമ്മൽ. എൻ്റെ അച്ഛൻ്റെ പണിയത്. അപ്പം അത് അഴിക്കേണ്ടി വന്നിരിക്കുന്നു ഗൈസ്. അപ്പം ഗൈസ് ഞങ്ങൾ ഇറങ്ങാണ്. തേജുവിന് എപ്പോഴത്തെയും പോലെ ഷൂവിൻ്റെ മുകളിലുള്ള പ്രശ്നമാണ്. വിൻഷേട്ടൻ എപ്പോഴത്തെയും പോലെ തന്നെ നിന്ന് കറങ്ങുന്നുണ്ട്. കഴിഞ്ഞാ അതേ ഞങ്ങൾ ഇറങ്ങാണ് ഗൈസ്. എന്തായാലും പോട്ടെ. അനായസ് നമ്മളിവിടെ ഒരു LKG UKG ആ സെക്ഷനിലേക്ക് എത്തി. വണ്ടിയുടെ പാർക്കിംഗ് ഒക്കെ ഇവിടെയാണ്, സ്കൂൾ വണ്ടികളൊക്കെ. അപ്പോൾ ഓരോ വണ്ടികളായിട്ട് കൊടുന്ന് പാർക്ക് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇനി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ എന്തായാലും വോയിസ് കൊടുക്കേണ്ടി വരും, കാരണം ഇവിടെ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല, കുട്ടികളൊക്കെ വരണേ ഉള്ളൂ. സെറ്റ് ചെയ്യുകയാണ് എല്ലാവരും. അത്യാവശ്യം പാരൻസൊക്കെ ബാക്കിലിരിക്കുന്നുണ്ട്. കുട്ടികൾ തന്നെ ഇതേ കൊടുന്ന വഴിക്കാൻ അവിടെ കൊടുന്ന് നിർത്തുന്നുണ്ട്. തേജു പോകാൻ അധികം കൂട്ടാക്കണില്ല, കരയാണ്. എന്നോട് വന്ന് ഒപ്പം നിൽക്കാൻ പറയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം എൻ്റെ ഒപ്പം തന്നെ അവനെ നിർത്തുക ചെയ്ത്. ലാസ്റ്റ് അവ അവിടെ നിന്നൊന്നുമില്ല, ഒന്ന് പോയി നിന്നിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ ഓടിപ്പോന്നു. നിന്ന് നോക്കി എന്നിട്ട് ഇങ്ങോട്ട് തന്നെ ഓടിപ്പോന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിൻചാടിൻ്റെ മടിയിൽ, അതായത് വിൻചാടിൻ്റെ ഒക്കത്ത് കയറി. അച്ഛൻ്റെ അടുത്തേക്ക് പോകണം, കാരണം എൻ്റെ ഒപ്പം അവിടെ ഇരുന്നാൽ ഞാൻ അവിടെ കൊണ്ടു നിർത്തുന്നു അവന് മനസ്സിലായി. അപ്പോൾ അവൻ പതുക്കെ അവിടെ നിന്നിട്ട് വിൻചാടിൻ്റെ അടുത്തേക്ക് പോയിട്ട് വിൻചാടിൻ്റെ മേത്ത് കയറി ഇരുന്നു. പിന്നെ ഫുള്ള് വിൻചാടിൻ്റെ അടുത്ത് തന്നെ നടന്നു, നിലത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളൂ. എല്ലാവരും ഞാൻ ശ്രദ്ധിച്ച കാര്യം, കുട്ടികൾ കൂടുതലും അച്ഛന്മാരുടെ അടുത്ത് തന്നെയാണ്. ഓരോരുത്തരും അത് അച്ഛ 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 എന്നുള്ളൊരു വിളി മാത്രമേ ഞാൻ അവിടെ നിന്ന് കേട്ടിട്ടുള്ളൂ. കൂടുതലും കേട്ടോ, പണ്ടത്തെ പോലെ എല്ലാവരും അമ്മമാരുടെ പിന്നാലെയല്ല, എല്ലാവരും കുട്ടികൾ അച്ഛന്മാരുടെ പിന്നാലെയാണ് തൂങ്ങിയിട്ടാണ് നടക്കുന്നത്. തേജ് പോലും കരയുമ്പോൾ അച്ഛാ വിളിച്ചിട്ടാണ് ഒന്ന് കരഞ്ഞു കിടന്നത്. അമ്മ വിളിച്ചിട്ട് കരഞ്ഞു, പക്ഷേ വിൻചാടിനെ വിളിച്ച് കരയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വിൻചാടിനെ കൂടെ വിളിച്ചിട്ടാണ് കരഞ്ഞു കിടന്നത്. പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ കുട്ടികളെ കുറച്ച് നേരം ഇവിടെ അങ്ങനെ നിർത്തി വരിയായിട്ട് നിർത്തിയിട്ട് നടത്തിച്ച് കൊണ്ടുപോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ നല്ല വെയിലാണ്, കുട്ടികൾ സമ്മതിക്കണമില്ല, കുട്ടികൾ കുറേ പേര് കരയണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അച്ഛന്മാരുടെയും അമ്മമാരുടെയും 2 കൈയും പിടിച്ച് പിള്ളേരെ ക്ലാസ്സിൽ കൊടുന്നാക്കി തരാൻ പറഞ്ഞു. ലാസ്റ്റ് തേജു എന്നല്ല എല്ലാ കുട്ടികളും ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് നടന്നു പോകുന്നത്. എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഉണ്ണിയുള്ള കൈയും പിടിച്ചിട്ട് ക്ലാസ് എത്തണ വരെ എല്ലാവരും കൂടിയിട്ടൊരു എന്താ പറയുക പട പോലെ പോകാന്നൊക്കെ പറയില്ലേ, ജാഥയ്ക്ക് പോകാന്നൊക്കെ, അതേപോലെയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് ഇവരെന്നെ ക്ലാസ്സിലേക്ക് ആനയിച്ച് കൊണ്ടിരുത്തണത്. അതാണ് ഇനിയാണ് ഏറ്റവും വിറ്റ്, ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും വിറ്റ് ശരിക്കും.
എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇത് അറിയണില്ല, ഇവരിത് എങ്ങോട്ടാണ് എല്ലാവരും ഒരു വഴിക്ക് ഇങ്ങനെ എല്ലാവരും അങ്ങനെയും ജാഥ പോലെ കുറേ ആൾക്കാരായിട്ട് പോണത്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫുള്ള് കിളി പോയി. ഇതാട്ടോ ക്ലാസ് വരണത്. നല്ല രസമാക്കണം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയ. കാരണം ഓരോ ക്ലാസ്സും ഓരോ ഗോപുരം പോലെ ഒരു അമ്പലത്തിൻ്റെ ബേസ് അങ്ങനെ ഒരു ഇതിലാണ്. ഗുരുജി സ്കൂൾ അങ്ങനെയല്ലേ, ഗുരുജിമാരുടെ സ്കൂളാണ്. അപ്പോൾ ഞാൻ തേജുവിൻ്റെ നല്ല തിരക്കാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഞാൻ തേജുവിൻ്റെ കൈ പിടിച്ച് പതുക്കെ ഇടയിൽ കൂടെ അങ്ങോട്ട് കയറാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇതേ കയറി കഴിഞ്ഞതാണ് ക്ലാസ്. LKG ആൻഡ് UKG സെക്ഷനാണ്. ഈ ഒരു കൂട് പോലെ ആക്കിയേക്കുന്നത്. നല്ല രസമാണ്. എന്തായാലും ഒരു കൗതുകം തോന്നും കുട്ടികൾക്ക്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്താ ഉണ്ടായത് വെച്ചാൽ ഒരു പിടുത്തൂല്ല. തേജുവിൻ്റെ കൺട്രോൾ ഫുള്ള് പോയി. തേജു നല്ല കരച്ചിലായി. ഞങ്ങളവനാക്കിയിട്ട് പുറത്ത് നിൽക്കണതാട്ടോ അത്. കാരണം അങ്ങനെ കരച്ചിലാണ്, അപാര കരച്ചിൽ. കൈയൊക്കെ പൊട്ടി അവൻ്റെ. ഈ ജനലകളൊക്കെ ഇല്ലേ, ഞങ്ങളിങ്ങനെ മാറി മാറി പോകുമ്പോൾ ജനലയിൽ കൂടെ ഒക്കെ പൊട്ടി പിടിച്ച് കയറി. അമ്മ ചാകെ എന്തൊക്കെയോ വേണം, എന്നെ തല്ലു അമ്മയ്ക്ക് പേടിയാണ്, വാതിലൊക്കെ അടയ്ക്കണം, ഓടിവായോ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ആ കാണുന്നില്ല ക്ലാസ് LKG B, ആ ഒരു കർണാടക ചേട്ടൻ പോണത്, അതാണ് അവൻ്റെ ക്ലാസ്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവർ കൂടുതൽ കരയുള്ളൂ. അപ്പോൾ ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞു. പക്ഷേ കുറേ പാരൻസ് അവിടെ തന്നെ നിന്ന് തിരിയാണ്. അതായിട്ട് മണ്ടത്തരാണ്. കാരണം ഒരാൾ നിൽക്കുമ്പോൾ ബ്രിക്ക് ടെൻഷനാണ്. എൻ്റെ അമ്മ എവിടെ, എൻ്റെ അച്ഛൻ എവിടെ വെച്ചിട്ടാണ് അവർ കരയണത്. അപ്പോൾ ലാസ്റ്റ് ഞാനും ചേട്ടനും ഒരു മരമുണ്ട്, ചേട്ടൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ മക്കളും ഇപ്പം ഒരേ ക്ലാസ്സിലൊക്കെയാണ് എല്ലാവരും വരുന്നത്. അപ്പം ഞങ്ങൾ ആ മരത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് നല്ല തണലുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി നിന്നു. മരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പേസ് ആരോടെ കണ്ണിലും പെട്ടിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ നാലാളും നിന്നു. ലാസ്റ്റ് തേജുവിനെ ചെന്ന് നോക്കാൻ വെച്ചിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തേജുവിൻ്റെ ക്ലാസ്സല്ല. ഇവിടുത്തെ പിള്ളേരൊക്കെ ഒന്ന് സൈലൻ്റായി ഒതുങ്ങിക്കഴിഞ്ഞു. വാശി അധികമില്ല. അവർക്ക് പാട്ട് പാടിക്കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സ്, ഡാൻസ് അങ്ങനെ എല്ലാതും ചെയ്ത് കൊടുക്കുന്നുണ്ട്, കളിച്ച് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടുത്തെ പിള്ളേർക്കൊന്ന് ഒതുങ്ങിയിരിക്കുന്നു. തേജുവിൻ്റെ ക്ലാസ്സിൽ ഇതാണ്. ഇവിടെയൊക്കെ ഭയങ്കര വയലൻ്റാണ്. ഈ പാരൻസ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ശരിക്കും അവർക്ക് വാശി കൂടുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മാറി നിന്നു. പക്ഷേ അവൻ്റെ വാശി കുറഞ്ഞിട്ടില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കാണാം ഇരുന്ന് കരയണതാണ് തേജു. ടീച്ചറുടെ മടിയിലിരുന്ന് കരയണത് തേജുവാണ്. അപ്പോൾ ടീച്ചർ ഞങ്ങളോട് മാറി നിൽക്ക് പറഞ്ഞ് ഞങ്ങളെ കുറേ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഇതാളെന്നാലും കരയുണ്ട് ടീച്ചറുടെ മടിയിലിരുന്നിട്ട്. ടീച്ചർ ഇതേ മുടിയൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്ത് തലോടി കൊടുക്കുന്നുണ്ടാണ്. തേജു കരഞ്ഞു. ഇങ്ങനെ കരഞ്ഞേ തേജു നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവനെ എടുത്തു. 11:30 വരെ ഇരുത്തിയാൽ മതി പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് പോകാൻ നോക്കണം. അപ്പോൾ വിൻചാട്ടിൻ്റെ ചേട്ടൻ്റെ കുട്ടിയും എനിക്ക് ഒരൊപ്പം തന്നെയാണ്. അപ്പോൾ അവരും പോകാൻ നോക്കി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ് ഇനി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞാനും വിൻചാട്ടും നിന്ന് കരയുന്നതായിരുന്നു. അപ്പോൾ ഇവൻ കയറുമ്പോൾ തന്നെ ഇവൻ ഇങ്ങനെ ഒരുമാതിരി മുഖം മാറി ഒരു പ്രത്യേക ടൈപ്പായി ആ കരച്ചിൽ തുടങ്ങിയപ്പോൾ ഞാനും നിന്ന് കരഞ്ഞു. അപ്പോൾ ടീച്ചർ വരെ പറഞ്ഞു, ഇതിപ്പോൾ കുട്ടീനെ കരയിപ്പിക്കുകയാണോ ചെയ്യുന്നത്, കുട്ടിയെ കൂടുതൽ അമ്മയല്ലോ കരയണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ഇതാക്കി. അതിനപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ അവസ്ഥയും അതൊക്കെ തന്നെയായിരുന്നു. മോശമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഇവിടെയാണ് പാർക്കിംഗ് ഒക്കെ വരിക തോന്നുന്നു. അപ്പുറത്തെ സൈഡാണ് നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത്, സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുള്ളത് ഓഫീസിൻ്റെ അത് തന്നെ. ഇവിടെയാണ് സ്കൂളിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇവിടെ പാർക്കിങ് വരും വണ്ടി. ഇതേയാണ് സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ. ഈ റോഡിന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ പോവുക. കണ്ടോ, ഇങ്ങനെ പോവും. അപ്പം അപ്പുറത്തെ സൈഡാണ് നമ്മുടെ മറ്റേ സൈഡ്. ഞങ്ങളൊക്കെ ഫസ്റ്റ് ചേർക്കാനൊക്കെ വരുമ്പോൾ വന്നിട്ടുള്ളത്. തേജു നല്ല കരഞ്ഞ് തകർത്തുണ്ട്. നല്ലോണം കയ്യൊക്കെ മുറിഞ്ഞിട്ടുണ്ട് തേജുവിൻ്റെ. എവിടെ കോറിയതാ തോന്നുന്നു വാശി പിടിക്കുമ്പോൾ. അങ്ങനെ തേജുവിന് ഐസ്ക്രീം വേണം പറഞ്ഞപ്പോൾ വിൻഷാട്ടാണ്ട് ഐസ്ക്രീം ചോക്കോബാറും മാങ്കോബാറും വാങ്ങി. ഞാനൊരു കരിക്ക് ജ്യൂസ് കുടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് നല്ല വെയിലാണെന്ന് തീരെ പറ്റിയിടുന്നില്ല. അപ്പോൾ ഞങ്ങളതും കുടിച്ചു. വേറെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. വിൻഷാട്ടൻ ഞങ്ങൾ പോയി വന്നു. അതേ ഡ്രസ്സൊക്കെ മാറി തേജ് വന്ന വഴിക്ക് എനിക്ക് ബാഗ് വേണ്ട യൂണിഫോമും വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല കരച്ചിലായിരുന്നു. നല്ല കരച്ചിലെന്ന് പറഞ്ഞാൽ നന്നായി കരഞ്ഞിട്ടുണ്ട്. കരയൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. കാരണം അവനെ ഞാൻ കണ്ടിരിക്കണ കുട്ടികളുടെ കൂടെ പോയി കളിക്കുക, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് തേജു. കാരണം എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തേക്ക് പോകാൻ അത്ര ഇഷ്ടമുള്ള ഒരാളാണ് തേജു. ആ ആള് അയ്യോ എന്താ പറയുക, ചേട്ടൻ വർക്കില്ല, ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കാം എന്തായാലും. അപ്പോൾ അങ്ങനത്തെ കരച്ചിലായിരുന്നു തേജു.
11:30 വരെ അവർക്ക് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 11 മണിയാകുമ്പോഴേക്കും എന്നെ വിളിച്ചു. കുറച്ച് പുറത്തു കൂടെ അവനെ കൊണ്ട് നടന്ന കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആരെയും പറയില്ല, എല്ലാ പിള്ളേരും അത്രയും കരച്ചിലായിരുന്നു. എല്ലാവരും കരയായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ നേരം മീറ്റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മുടെ കൂടെ അവരെന്നെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരുത്തുക, പിന്നെ അസംബ്ലി പോലെ പുറത്ത് പരിപാടി, അപ്പോൾ അതിലൊക്കെ നിന്നിട്ട് ഒന്നാമത് അവനെ വെറുപ്പിക്കൽ പോലെ അയക്കണു. പിന്നെ അതിന് ശേഷം ആണ് നമ്മളതിനെ ഈ ക്ലാസ്സിലേക്ക് ആക്കണത്. ക്ലാസ്സിലേക്ക് ആക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രത്യേക തരം ക്ലാസ്സുകളാണ്. ഇങ്ങനെ അമ്പലത്തിൻ്റെ പെര പോലെ അങ്ങനെയായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് കയറുമ്പോഴേക്കും പിള്ളേർ കുറേ പേര് കരയുമ്പോൾ എല്ലാവരും കൂടി കരയുമ്പോഴുള്ള ഒരു പേടിയിൽ കരഞ്ഞതായിരിക്കാം. പക്ഷെ എന്തായാലും തകർത്ത് കരഞ്ഞുണ്ടാള് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. തേജുവിന് കരച്ചിൽ മാറ്റാൻ ടീച്ചർമാർ ബലൂണൊക്കെ കൊടുത്തു കേട്ടോ. കാണിച്ചു കൊടുത്ത തേജു ബലൂണ്. എന്തിനാ തേജു കരഞ്ഞ്? ഇങ്ങോട്ട് പറയും, അതൊക്കെ പറയും, നോക്കട്ടെ. തേജു പറയും, തേജു എന്തിനാ കരഞ്ഞെന്ന് പറയട്ടെ. എന്തിനാ കരഞ്ഞ്? എന്തിനാ കരഞ്ഞേ? സ്കൂളിൽ കേറിയപ്പോ എന്തിനാ കരയണെന്ന്? കാരണം എന്താ? എന്ത്? അതെന്താ? നിനക്കല്ലേ സ്കൂളിലേക്ക് പോണം പറഞ്ഞു ഇന്നലെ വരെ ഇവിടെ നിന്ന് കയറ് പൊട്ടിച്ചിടുന്ന ആള്. അല്ല അത് പറയും. നാളെ അറിയോ നീ? നാളെ പറഞ്ഞാ ഞാൻ വരില്ല. നാളെ അമ്മ ഇവിടുന്ന് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് അമ്മ ബസ് കയറ്റി വരും, വണ്ടി കയറ്റി വരും. എന്താവോ എന്തോ. നാളെ കറണ്ട് പോയിട്ടാ, കറണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി വീട് എടുക്കാം. സ്വന്തമായിട്ട് ഡയറ്റിങ്ങാന്ന് പറഞ്ഞിട്ടുള്ള ആള് സ്വന്തമായിട്ട് ഇത് ഓർഡർ ചെയ്തിട്ട് എന്താ വാങ്ങിക്കണേ? ഭീകരന്റെ പോലെ ഉണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ. പക്ഷെ എൻ്റെ ഹൈറ്റിൽ ഇങ്ങനെ എടുക്കാൻ പറ്റണുള്ളൂ. നെയ്ച്ചോറും പിന്നെ എന്തിട്ടാ? അയ്യോ അത് ഏജ് കൊണ്ടുപോയി. നെയ്ച്ചോറ് ഞാൻ ഡയറ്റ് പൊട്ടിക്കില്ല, എനിക്ക് വേണ്ട. തിരുമ്പാണ്ട് ഗൈസ്. എന്നാ തിരുമ്പാളതോടെ കൊടുത്തിട്ടുള്ളൂ. നല്ല വെയിലുണ്ട്, വേണം തിരുമ്പിരട്ടെ, ഉണങ്ങും. ഞങ്ങൾ നെയ്ച്ചോറ് കഴിക്കാൻ പോവാണ്. അല്ല ഞാൻ കഴിക്കണില്ല. അല്ലെങ്കിൽ തേജിയോ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണു. ഇതൊക്കെ വലിച്ചിട്ടുണ്ട് തേജു വന്നിട്ടിന്ന്. തേജു നാളെ കരയരുത് കേട്ടാ. ചെക്ക അതൊക്കെ പോവും. ഇത് പുറത്ത് ഇങ്ങനെ വെച്ച് കഴിച്ചോ. പിന്നെ 100 പാത്രത്തിലാക്കി. എന്ത് ഇങ്ങനെ കഴിക്കുക? അല്ല ഈ എന്ത് കഴിച്ചിട്ടാ വയറൊക്കെ വീർപ്പിച്ചിട്ടുണ്ടല്ലോ. പൂടാ മറിച്ചിടല്ല, ഇങ്ങനെ കഴിക്കുക. തേജു നാളെ കരയോ? ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ നെയ്ച്ചോറ് കഴിക്കണില്ല കേട്ടോ, ഞാൻ ഭയങ്കര ഡയറ്റിങ്ങാണ്. ഐസ്ക്രീം വരുമ്പോൾ തേജു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ശർക്കര ഞാൻ കഴിച്ചു. വണ്ടിയിൽ വരുമ്പോൾ പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. രാവിലെ ഞാൻ ഒന്നും കഴിക്കാണ്ടാ പോയിട്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ. പെട്ടെന്ന് ഞങ്ങളങ്ങനെ ഓടി ഇറങ്ങുക ചെയ്തു. അപ്പോൾ രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല. ടേബിൾ മുക്കി നടക്ക്. അപ്പോൾ രാവിലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ കഴിച്ച കുഴപ്പമില്ലല്ലോ. രാവിലത്തെ ഇപ്പോഴത്തേക്കും കൂടിയിട്ട് കഴിച്ച കുഴപ്പമില്ലല്ലോ. ഇങ്ങാടിരിക്കണം. കഴിച്ചോട്ടെ, കഴിച്ചിട്ട് ബാക്കി കഴിക്കണം. ബാക്കി ചോളോട്ടെ ഇതെന്താ ഫുഡ് കഴിക്കട്ടെ. കറണ്ട് ഇല്ലാണ്ട് വേണ്ട ഇങ്ങനെ ഇരിക്കുന്നു. ഭയങ്കര കറുപ്പാണ്. എല്ലാവരും വിചാരിക്കും ഞാനിവിടെ ഒന്നും വെക്കാണ്ടാണെന്ന് രാവിലെ എനിക്ക് പോയിക്കണമെന്ന്. ഒരിക്കലല്ല ഗൈസ്, ഞാൻ രാവിലെ 5:30 എനിക്കിട്ട് എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. നോക്ക്, ദോശയ്ക്ക് ദോശ, ചമ്മന്തിക്ക് ചമ്മന്തി. ഓ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ടക്കറിക്ക് ഉള്ളിക്കറി, ക്യാബേജ്, ചോറ്, ഇതൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയിക്കണം കേട്ടോ. ഞാൻ ഇത്ര കഴിച്ചിട്ടുള്ളൂ. ചേട്ടാ ഫുള്ള് കഴിക്കുന്നുണ്ട്. ഇത് ചിക്കനല്ലേ? തേജ് പശുക്കുട്ടിയായിട്ട് നിന്ന് കഴിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ബീഫ്. തേജ് പശുക്കുട്ടിയായിട്ട് നിന്ന് കഴിക്കുന്നുണ്ട്. വേണ്ട, തേജിന് ഇവിടെ എത്തണില്ല പറഞ്ഞിട്ടോ. ഇതാണ് കറി, നല്ല ടേസ്റ്റ്.
എന്ത് കഴിച്ചോ? കാട്ട് കാട്ട് വിൻചേട്ടാ, നേരത്തെ കട്ടിയ പോലെ നല്ല ഭംഗിയുണ്ട്. കുറയണ്ട പള്ളിയാണ്. ഡയറ്റിങ്ങുള്ള ആളെ ഇല വരെ തിന്നോടെ ചെപ്ലൈറ്റ് കടലാസ് വരെ. ഒരു ദിവസം ഡയറ്റ് പിടിച്ചോണ്ട് കുഴപ്പമില്ല. അതെ അല്ലേ? ഞാൻ പൊട്ടിക്കുമ്പോഴും പറയണം. ഡെയിലി പൊട്ടിക്കല്ലോ പെപ്സി, കൂൾ ഡ്രിങ്ക്സ്, ഷുഗർ കട്ടിങ് അത്ര. പെപ്സി മാത്രമേ കുടിക്കൂ. എന്ന് ഞാൻ കുടിച്ചില്ല. എണ്ണ കുടിക്കാത്ത അല്ല എണ്ണ കുടിക്കാത്ത. ഇന്ന് കുടിച്ചില്ല. ഇന്ന് കുടിച്ചിട്ടില്ല. ഇന്നലെ കുടിച്ചു. എവിടുന്ന്? ഇന്നലെ അവിടെ വാങ്ങിയത്. എവിടുന്ന് വാങ്ങിയത്? അവന്റെ ഡ്രസ് മറ്റേ ബാഗ് വാങ്ങുമ്പോ ഇന്നലെ അത് മോൻ തന്നെ കുടിച്ചു തീർത്തു. അയ്യോ തേജു റൈസ് എടാ കൂടാ. ഞങ്ങള് വന്നിട്ട് കുറച്ചു നേരം കിടന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി. ഇപ്പം എനിക്ക് ചായ കുടിച്ചു. ചായ വെച്ചാൽ ചുക്ക് കാപ്പിയില്ലേ, ശർക്കര ഇട്ടിട്ട് ഞങ്ങൾ കാപ്പി വെച്ചിട്ട് കുടിക്കുക ചെയ്ത്. പിന്നെ ഞാൻ ഇതേ മേലെ എഴുകി വിളക്കത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിളക്കത്തിക്കണം. അപ്പോഴാണ് ഞാനിവിടെ ഒരു കാഴ്ച കണ്ടത്. ഞാൻ മേലെ എഴുകാൻ കയറിയ ടൈമിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താന്ന് കാണാം. വേറെ ഒന്നല്ല, അച്ഛനും മോനും കൂടിയിട്ട് പഠിക്കയിൽ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരണോടത്ത് പുല്ല് വന്നിട്ടുണ്ടായിരുന്നു നല്ലോണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നമുക്ക് വൃത്തിയാക്കാമെന്ന്. അപ്പോൾ അവിടെ ഗേറ്റ് പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവരുടെ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ട് ആൾക്കെന്തോ വയ്യാന്നും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു. ഇനി ഫിറ്റ് ചെയ്യുക, പെയിൻറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. ഇപ്പോൾ ഇന്ന് എന്താണാവോ, ഞാൻ മേലഴുകാൻ കയറിയ സമയത്താണ് ഇവർ രണ്ടാളും കൂടി ഇപ്പോൾ ഇത് ഇറങ്ങിയിരിക്കണത്. അപ്പോൾ വർത്തമാനം നടക്കുന്നുണ്ട്. അപ്പുറത്തുള്ള ആളായിട്ട് ചേട്ടനായിട്ട് വർത്തമാനം നടക്കുന്നുണ്ട്. പുല്ല് പറിക്കലുണ്ട്. എന്നിട്ട് പേരിന് എനിക്കതൊക്കെ ഇത് സെറ്റാക്കി തന്നു. അപ്പോൾ സ്വന്തമായിട്ട് ക്രെഡിറ്റ് ആയിട്ടെടുത്തു അല്ലേ. എന്നിട്ട് ഇപ്പോൾ തേജു ഇതിനൊക്കെ കിടന്ന് ഓടാണ്. തേജുവിന് ഇങ്ങനെയൊക്കെയാണ് അത് കൂടെ ഒന്ന് ഓടാൻ ടൈം കിട്ടുള്ളൂ. ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ആ താപ്പ് തേജു നല്ല മുതലാക്കിയിട്ടുണ്ട്. ഞാൻ വിളക്കത്തിച്ച് കഴിഞ്ഞു. അമ്പലത്തിലെ പാട്ടിൻ്റെ കോപ്പിറൈറ്റ് കിട്ടുവാണാവോ. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ അവരുടെ അടുത്ത് പോയി നോക്കട്ടെ. ഭയങ്കര പണിയിലാണ് രണ്ടാളും. ഒന്ന് അവരെ പോയി നോക്കിയിട്ട് വരാം. നല്ല പണിയിലാണ്. ഞാൻ ഇവരുടെ കൂടെ പുല്ല് പറിച്ചത്. അപ്പോൾ നോക്ക്, അയ്യോ കാണുന്നുണ്ടോ നോക്ക്, ഇതാണ് ഗൈസ് ഒച്ചിൻ്റെ കുട്ടി കേട്ടോ. ഒച്ച് പ്രസവിച്ചിട്ട് ഉണ്ടായതാ. ഒച്ച് പ്രസവിച്ചിട്ട് ആയതാ തോന്നുന്നു. കണ്ടോ, ഇവിടെ ഉണ്ട് വലിയ ഒച്ചുണ്ട്. ഇത്രയും ഇതാ ഈ ഒരു വലിപ്പമുണ്ടാവും. ഈ ഒരു വലിപ്പമുള്ള ഒച്ചോള് വരണ്ട് ഇവിടെ. ഇവിടെ ഭയങ്കരമായിട്ട് ഒച്ച ശല്യം ഉള്ളതാട്ടോ. നോക്ക് കണ്ടോ, അത് കുട്ടിയെ തോന്നുന്നു. നമുക്ക് അപ്പുറത്തെ പറമ്പിലേക്ക് ഇടാം. വിൻചേട്ടൻ ഇവിടെ മതിൽ കെട്ടാൻ പോവാ അത്രേ. അതാണ് വിൻചേട്ടൻ ഇപ്പം തന്നെ ഇതൊക്കെ ക്ലീൻ ആക്കണത്. കണ്ടോ, ഗേറ്റ് വെച്ചു. ഇവിടെയൊക്കെ മതിൽ കെട്ടിയിട്ട് ഇവിടെ ഫുള്ള് കട്ട വിരിക്കാൻ പോവാ അത്ര വിൻചേട്ടനെ. കഴിഞ്ഞിട്ടില്ല. അപ്പുറത്ത് പറഞ്ഞു കിട്ടോ. മധുര 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 മധുര. നമ്മളിതൊരു വേറെ ടൈപ്പ് പുഴുവിനെ കണ്ടിട്ടുണ്ട്. ഇതെന്താ സാധനം എന്ന് പിടികിട്ടിട്ടില്ല. പിടികിട്ടാ പുഴു. ഇതറിയുന്നവർ പറയണേ ഇതെന്താ സംഭവം എന്ന്. തേരട്ടേനൊക്കെ കണ്ടു. ഈ ഒരു സാധനത്തിന് മാത്രം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് ആദ്യമായിട്ടൊരു ദിവസം ജീവിതത്തിൽ പണിയെടുത്തതാണ്. അതിനാണ് ഈ കിടന്നിട്ട് ഇങ്ങനെ ഇതാക്കണത് ഗൈസ്. അപ്പം ഇതിൻ്റെ പേരറിയുന്നവർ പറയണേ. കണ്ടോ, ഇതെന്താ ഇതിന് കൊമ്പൊക്കെ ഉണ്ടിട്ടാ. കിട്ടാ സൂം ചെയ്യാൻ പറ്റുന്നില്ല, ക്ലിയർ കിട്ടുന്നില്ല. അതെന്ത് സംഭവമാണോ. ഓക്കെ, ഇപ്പം കിട്ടുന്നുണ്ട്. ഇതെന്താണ് ജീവി എന്നറിയുന്നവർ ഒന്ന് പറഞ്ഞു തരണേ. നല്ല രസമുണ്ട് കാണാൻ. ചേട്ടന് കല്യാണം കഴിച്ചേരട്ടെ ഇതിനെ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ മിക്കതും ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇന്നത്തെ. അപ്പോൾ തേജു ഇന്നെന്തായാലും നല്ല കരച്ചിലായിരുന്നു. നല്ല കരച്ചിൽ പറഞ്ഞാൽ നന്നായി കരഞ്ഞിട്ടുണ്ട്. കൈയൊക്കെ ഇവിടെ ചെറുതായിട്ട് മതി.
കൈയൊക്കെ ഇവിടെ ചെറുതായിട്ട് മുറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ ജനലേമൊക്കെ പൊത്തിപ്പിടിച്ച് കയറിയിരുന്നു ഞങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം. ഞാൻ വിചാരിച്ചത് ഇത്രയും കരയൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ നന്നായി കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. സംഭവം ഇന്ന് ഞാൻ 5:30ക്കാണ് നീച്ചിരിക്കുന്നത്. 5:30ക്ക് നീച്ചപ്പോൾ എനിക്ക് 7 മണിയാകുമ്പോഴേക്കും ഏകദേശം ഒന്ന് കഴിഞ്ഞു. കുക്കിങ്ങിൻ്റെ കാര്യം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടിച്ചോരലും തുടക്കലൊക്കെ ആയിരുന്നു. അതും ഞാൻ അടിച്ചോരലൊക്കെ കഴിഞ്ഞു കേട്ടോ, രാവിലെ തന്നെ കഴിഞ്ഞു. പറയുമ്പോൾ ഞാൻ പോണോണ്ടാണ്. ഇതിപ്പോൾ എന്തായാലും 5:30ക്ക് എനിക്ക് 7 മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാം തീരുന്നുണ്ട്, അടുക്കളപ്പണികളും ഇതൊക്കെ. പിന്നെ തേജുവിനെ എനിപ്പിച്ച് കഴിക്കാൻ കൊടുക്കുക, അവനെ പുറപ്പെടുവിക്കുക. 8:30ക്കാണ് വണ്ടി വരിക. അതും കൂടി സെറ്റാക്കി അപ്പോൾ ഏകദേശം 5:30ക്ക് തന്നെ നീച്ചാൽ മതി. പിന്നെ സ്പീഡപ്പ് ആക്കണതിനനുസരിച്ചിട്ട് നമുക്ക് 6 മണിക്കാക്ക് മുന്നാണ് എൻ്റെ പ്ലാൻ. പിന്നെ ഇവൻ പോയിട്ടായാലും അടിച്ചോരി തുടച്ചാൽ മതിയല്ലോ. 8:30ക്കെല്ലാം പോകും. പിന്നെ എൻ്റെ കുളിയൊക്കെ അപ്പളേക്ക് തീർത്താൽ പോരാ, അത് കഴിഞ്ഞിട്ട് തീർത്താലും മതിയല്ലോ. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ 2-3 ദിവസം കുറച്ച് നേരത്തെ എനിക്ക് തന്നെ നോക്കണം. 5:30ക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ 6:15 ആകുമ്പോഴാണ് നീക്കാറ്. ഇനി തൊട്ടിട്ട് നേരത്തെയാണ് ഞാൻ നീക്കുക ഇത്തിരി കൂടി. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഇവിടെ ക്രിക്കറ്റ് കളി തുടങ്ങി ഗൈസ്. ഇതോടുകൂടി വീഡിയോസൊക്കെ അവസാനിക്കുന്നതായിരിക്കും. ഇത് മാസ്റ്റർ, ഇത് സ്റ്റുഡൻറ്റ്. മുഖപ്പം പോയി കിടന്നു സ്റ്റുഡൻറ്റിൻ്റെ. ഗൈസ് നമ്മുടെ ഗേറ്റ് ഇരിക്കുന്നത് നോക്കൂ. ഇതെന്നാ വെക്കിയവര് പോയിണ്ട്. ഞാൻ ആലോചിക്കണത് ഇതിലവരെങ്ങനെയാണ് ഈ പെയിന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ക്രിക്കറ്റ് കളിയാണ്. സമയം 7 മണി ആവാറായിട്ടുണ്ട്, ഇരുട്ടായിട്ടില്ല. അപ്പോൾ നാളെയോ മറ്റന്നോ ആയിട്ട് വല്ല ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. നാളെ തേജുവിനെ വണ്ടിയിൽ വിടുന്ന ദിവസമാണ്, ഫസ്റ്റായിട്ട് തന്നെ വണ്ടിയിൽ. അപ്പോൾ നാളത്തെ ദിവസം കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ. എന്തായാലും ഇവൻ എന്താ പാടുമെന്നൊക്കെ നോക്കണം. രാവിലെ എനിക്കെൻ്റെ ടൈമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇന്ന് 5:30ക്ക് എനിക്കപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി എല്ലാ വീഡിയോസും വാച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബൈ.